റസൂലുള്ളാന്റെ വല്ലാത്ത മുഹിബ്ബാണ്, പറയേണ്ടതില്ലല്ലോ. ഇസ്രാ മിഅ്റാജ് നടന്ന രാത്രി റസൂലുള്ളാഹി തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മക്കത്ത്. അപ്പോഴാണ് അബൂജഹൽ റസൂലുള്ളാനെ കാണുന്നത്. ആ അബൂജഹൽ റസൂലുള്ളാനെ പരിഹസിക്കുക എന്ന നിലയ്ക്ക് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഇന്ന് വല്ല പുതിയ വാർത്തയും നിനക്ക് പറയാനുണ്ടോ? അബൂജഹൽ റസൂലുള്ളാനെ കളിയാക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ഇന്നത്തെ രാത്രിയിൽ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി വന്നു. സുബ്ഹാനല്ലാഹ്. അബൂജഹൽ ഇത് കേട്ടപ്പോ വല്ലാതെ റസൂലുള്ളാനെ കളിയാക്കി. എന്താ പറയുന്നത്? മക്കയിൽ നിന്ന് മാസങ്ങൾ എടുത്താൽ മാത്രമേ ബൈത്തുൽ മുഖദ്ദസിൽ അന്ന് കാലത്ത് എത്തുകയുള്ളൂ. കാരണം അന്നത്തെ ഏറ്റവും സ്പീഡ് കൂടിയ വാഹനം കുതിരയും ഒട്ടകവുമാണ്. അന്നത്തെ ബെൻസ് എന്ന് പറഞ്ഞാൽ കുതിരയാണ് എന്നർത്ഥം. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, ഞാൻ ഇന്നലെ ഒരൊറ്റ രാത്രിയിൽ ചെറിയ ഒരു സമയം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് വരെ പോയി. മാത്രമല്ല, ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹയിൽ ചെന്ന് അള്ളാഹുവിനെ കണ്ട് തിരിച്ചു വരികയാണ്. അബൂജഹലിനോട് റസൂലുള്ള പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ആകാശത്തേക്ക് യാത്ര ചെയ്തു. അക്കാലത്തത് സങ്കല്പിക്കാൻ കഴിയോ? കുതിരയും ഒട്ടകവും വാഹനമായിട്ടുള്ള ആ കാലം. ഇന്ന് നമുക്ക് നിലം തൊടാതെ പറക്കുന്ന വാഹനങ്ങൾ കാണാം. അന്ന് കാലത്ത് പക്ഷികളെ അങ്ങനെ പറക്കാറുള്ളൂ. ഇന്ന് നമ്മൾ ഫ്ലൈറ്റുകൾ കാണുന്നുണ്ട്, പേടകങ്ങൾ നിക്ഷേപിച്ചു എന്ന വാർത്ത അറിയുന്നുണ്ട്, റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് അറിയാറുണ്ട്. അന്തരീക്ഷത്തിലൂടെ ഇന്ന് ആളുകൾ സഞ്ചരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ചൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഏത് കാലത്താ? അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ലാത്ത ആളുകൾ, അവരോടാ പറയുന്നത്, ഞാൻ 7 ആകാശവും കടന്നു ചെന്ന് അള്ളാനെ കണ്ടുവരികയാണ്. ഇത് കേട്ടപ്പോ അബൂജഹൽ ചോദിച്ചു, അല്ല മുഹമ്മദേ, നീ എന്നോടിപ്പൊ പറഞ്ഞ വാക്ക് മക്കയിലുള്ള മറ്റു ജനങ്ങളോടൊക്കെ പറയോന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ എല്ലാ ആളുകളോടും പറയും. അപ്പൊ അബൂജഹൽ രാവിലെ തന്നെ ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടി. എന്തിനാ? റസൂലുള്ള ഇത് പറയുന്നത് അവരെ കേൾപ്പിക്കാനാണ്. ഒരു നിലക്കും സങ്കല്പിക്കാൻ കഴിയാത്ത വിഷയമല്ലേ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങളും കരുതി അബൂജഹൽ ആളെ വിളിക്കട്ടെ, എല്ലാവരോടും അവിടുന്ന് പറയാം. അങ്ങനെ ആളുകളൊക്കെ വന്നു. അബൂജഹൽ ചോദിച്ചു, മുഹമ്മദേ, നീ എന്നോട് നേരത്തെ പറഞ്ഞ കാര്യമില്ലയോ, അത് ഇവരോടൊന്ന് പറയൂന്ന്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജനങ്ങളെ, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി, 7 ആകാശവും കടന്നു, അള്ളാനെ കണ്ടു, തിരിച്ചു വന്നു, ചെറിയ ഒരു സമയം കൊണ്ട്. സുബ്ഹാനല്ലാഹ്, പലരും മുർത്തദ്ദായ സമയമാണത്. ഒരു നിലക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിഷയം. പല ആളുകളും റസൂലുള്ളാഹിനെ സംശയിച്ചു. അബൂജഹൽ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് തന്നെ പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ പിന്നിൽ നിന്ന് ഒരു അടി പോലും മാറാത്ത ഒരാളുണ്ട് മക്കയിൽ. അതാരാ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ വിഷയം അബൂബക്കറിനോട് ചെന്നൊന്ന് പറയട്ടെ. അബൂബക്കറും ഇന്ന് മുഹമ്മദിന്റെ പിന്നിൽ നിന്ന് മാറും, ഉറപ്പാണ്. അബൂജഹൽ വലിയ സന്തോഷത്തോടെ പരിവാരങ്ങളെയും കൂട്ടി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, നിന്റെ സാഹിബ് മുഹമ്മദ് പറയുന്ന വല്ലതും കേട്ടോ? എന്താണ് എന്റെ സാഹിബ് പറഞ്ഞത്? എന്റെ നബി തങ്ങൾ എന്ത് പറഞ്ഞു? അവിടുന്ന് അബൂജഹൽ പറഞ്ഞു, ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മളൊക്കെ മാസങ്ങളോളം സഞ്ചരിച്ച് ചെന്ന് എത്തുന്ന ബൈത്തുൽ മുഖദ്ദസിൽ മുഹമ്മദ് പോയി തിരിച്ചു വന്നു എന്നാ പറഞ്ഞത്. മാത്രമല്ല, ആകാശത്തിലേക്കും മുഹമ്മദ് പോയി പോലും. അബൂബക്കറെ, നിനക്കത് വിശ്വസിക്കാൻ കഴിയോ? ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ കളവ് പറയുകയാണോ അല്ല സത്യം പറയുകയാണോ? നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലാത്തത്. നിങ്ങൾ പറയുന്നത് സത്യമാണോ കളവാണോ? അവര് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് സത്യമാണ്.
അബൂബക്കറെ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഞങ്ങളെ കൂടെ വാ, മുഹമ്മദിനോട് നേരിട്ട് ചോദിക്കാം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പുറപ്പെടുകയാണ് റസൂലുള്ളാന്റെ സവിധത്തിലേക്ക്. അവിടുന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, അബൂജഹലും കൂട്ടരും അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നോട് പറയുന്നുണ്ട്, അങ്ങത് പറഞ്ഞിട്ടുണ്ടോ നബിയെ? അവിടുന്ന് പറഞ്ഞു, നഅം യാ അബൂബക്കർ, അതേ അബൂബക്കറെ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ എന്ത് പറയണമെന്ന ആകാംക്ഷയോടെ അബൂജഹൽ കാത്തിരിക്കുന്നു. ശത്രുക്കൾ മുഴുവനും അബൂജഹൽ ഇപ്പൊ റസൂലുള്ളാഹിനെ പിരിയുമെന്ന ആ വ്യാമോഹത്തിൽ നിൽക്കുകയാണ്. അപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് നിങ്ങളങ്ങ് പ്രഖ്യാപിക്കുന്നതോ, ഓ നബിയേ, ഞാനിതാ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് ഇത്ര സമയം കൊണ്ട് പോയി വന്നതോ? എങ്ങനെയാണ് അങ്ങ് പോയത്? ഏത് വാഹനമാണ്? അവിടെ എന്ത് കണ്ടു? അവിടെ എന്താ ഉള്ളത്? അടയാളങ്ങൾ പറഞ്ഞു തരുമോ? ഇതൊന്നും തന്നെ അബൂബക്കർ തങ്ങൾക്ക് അറിയേണ്ടതില്ല. അവിടുന്ന് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയെ, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അത് എങ്ങനെ പോയി, എവിടെ വെച്ച് പോയി, എപ്പോ പോയി, ഇതൊന്നും എനിക്ക് അറിയേണ്ടതില്ല. അപ്പയല്ലേ ഹബീബായ തങ്ങളോ അബൂബക്കർ തങ്ങൾക്ക് സിദ്ദീഖ് എന്ന പേരങ്ങ് കൊടുക്കുന്നതോ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, ആ ഈമാൻ മീസാനിന്റെ ഒരു വശത്തിലും ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളുടെ ഈമാനും മറുവശത്തും അങ്ങ് വെക്കുക. ആരുടെ ഈമാനിനാ കനം കൂടുതൽ എന്നറിയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ തങ്ങളോട് സ്വഹാബത്ത് ഒരു വേള വന്ന് ചോദിക്കുകയാണ്, അല്ലയോ അബൂബക്കർ തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമേതാണ്? അങ്ങേക്ക് വല്ലാതെ ആനന്ദം ലഭിക്കുന്ന വിഷയമേതാണ്? അവിടുന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ സ്വഹാബത്തിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വഹാബാ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാണെന്നറിയുമോ? അൻ അൻളുറ ഇലാ വജ്ഹി റസൂലില്ലാഹ്, ലോകത്തിലെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പ്രശോഭിതമായ മുഖത്തേക്ക് ഇമവട്ടാതെ നോക്കി നിൽക്കലാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയമെന്നോ ലോകത്തോട് പഠിപ്പിച്ച നേതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. രണ്ടാമത് അങ്ങേക്കേത് വിഷയത്തിൽ ആനന്ദമുള്ളതോ? അവിടുന്ന് അബൂബക്കർ തങ്ങളെ രണ്ടാമത് പറയുന്ന വിഷയം ഏതാണെന്നറിയുമോ? ഇൻഫാഖു മലി ലിവജ്ഹി റസൂലില്ലാഹ്. അല്ലയോ സഹാബ, ഞാൻ എന്റെ ചോര തീരാക്കി അപ്പകൽ ഭേദമല്ല അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തോ, ആ സമ്പത്ത് മുഴുവനും ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ ചെലവഴിക്കലാണ്, അതങ്ങ് വിനിയോഗിക്കലാണ് എനിക്കേറ്റവും ഇഷ്ടമെന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഇങ്ങനെ റസൂലുള്ളാഹിനെ അങ്ങ് സ്നേഹിച്ചപ്പോ അവിടുന്ന് റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞല്ലോ, ലൗ കുൻതു മുത്തഖിദൻ ഖലീലാ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. സ്വർഗത്തിൽ ഞാൻ ഒരാളെ കൂട്ടുകാരനായി നിശ്ചയിക്കുമെങ്കിലോ ലത്തഖൽതു അബൂബക്കറിൻ ഖലീലാ. അബൂബക്കർ നാളെ സ്വർഗത്തിലുള്ള കൂട്ടുകാരനല്ലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അവിടുന്ന് പറയുന്നു, അബൂബക്കറും ഫിൽ ജന്ന,
أول من يدخل بالأمة أبو بكر أول من يدخل الجنة من أمتي أبو بكر أول من صدقني أبو بكر أول من زوجني أبو بكر എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കറാ. എന്റെ ഉമ്മത്തിൽ വെച്ച് ആദ്യമായി സ്വർഗം പുൽകുന്നത് അബൂബക്കറാ. എനിക്ക് ആദ്യമായി ഒരു കന്യക നിക്കാഹ് ചെയ്തു തന്നതോ അതും അബൂബക്കറാണ്. എന്തേ കാരണമെന്നറിയുമോ? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഇനി ഒരൊറ്റ വിഷയം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കുന്നു. ഇവിടെ നമ്മളെ സന്താനങ്ങളെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്ത കഥ പറഞ്ഞല്ലോ. അത് മാതാവിനെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്ത കഥ പറഞ്ഞല്ലോ. പിതാവിനെക്കാളും റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്തത് പറഞ്ഞല്ലോ. ഇനിയോ അതേ ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉഹുദ് യുദ്ധം മുസ്ലിം പക്ഷത്തിന് ചെറിയ രൂപത്തിലുള്ള പരാജയം സംഭവിച്ച യുദ്ധമാണ്. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാ, ഖുതില മുഹമ്മദ്, മുഹമ്മദ് നബി കൊല്ലപ്പെട്ടിരിക്കുന്നു. ആരോരാള് വെറുതെ അങ്ങ് വിളിച്ചു പറഞ്ഞതാ. ഇത് സ്വഹാബത്തങ്ങ് കേട്ടപ്പോ റസൂലുള്ള ഇല്ലാതെ നമ്മൾ എന്തിന് യുദ്ധം ചെയ്യാനാ? നമ്മൾ ആർക്ക് വേണ്ടി പടപൊരുതനാ? ലോകത്തിലെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത അങ്ങ് കേട്ടപ്പോ താങ്ങാനാവാതെ ആ സ്വഹാബത്ത് ചിതറിയങ്ങ് ഓടുന്നു. അപ്പയാണ് ഏറ്റവും വലിയ ധീരനായ നമ്മുടെ നേതാവ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ദാ ഉഹുദ് രണാങ്കളത്തിന്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയുകയാ, അല്ലയോ സഹബാ, അനാ ഹാഹുനാ അനാ ഹാഹുനാ. ഓ സഹാബ, ഞാനിവിടെയുണ്ട്, ഞാനിതാ ഇവിടെയുണ്ട്, കൊല്ലപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ വിളിയാളമങ്ങ് കേട്ടപ്പോ മഹാന്മാരായ സ്വഹാബത്ത് തിരിഞ്ഞങ്ങ് നോക്കുമ്പോ കാണുന്ന രംഗം എന്താണെന്നറിയുമോ? ഉഹുദ് യുദ്ധത്തിൽ നൊത്ത നടുക്കതാ റസൂലുള്ളാഹി തങ്ങൾ നിൽക്കുകയാ. റസൂലുള്ളാഹിന്റെ ചുറ്റുമതാ ശത്രുക്കളോ കയ്യിലമ്പും വില്ലും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. റസൂലുള്ളാഹിന്റെ ചുറ്റും അവരിങ്ങനെ നിൽക്കുകയാ. റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിലേക്ക് അമ്പങ്കീത് വിട്ടു റസൂലുള്ളാഹിനെ കൊല ചെയ്യാനുള്ള പാകത്തിൽ നിൽക്കുന്നതോ സ്വഹാബത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടുത്തേക്ക് എന്താണ് പറയേണ്ടതെന്നറിയില്ല. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന്റെ കയ്യിൽ പരിചയില്ല, വാളുകളില്ല, പ്രതികരിക്കാൻ ഒരു വസ്തുവുമില്ല. ഹബീബായ തങ്ങളുടെ മാറിടം ലക്ഷ്യമാക്കിക്കൊണ്ടോ ചുറ്റുഭാഗത്തും ശത്രുക്കൾ ഇങ്ങനെ അമ്പിങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ചിന്തിച്ചു നിൽക്കാനുള്ള സമയമല്ലല്ലോ. അതേ ശത്രുപക്ഷത്തു നിന്നോ ഒരാള് റസൂലുള്ളാഹിന്റെ മറുപടം ലക്ഷ്യമാക്കിക്കൊണ്ടോ അമ്പങ്ങ് ചെയ്യാൻ നോക്കുമ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സഈദ് ഇബ്നു റുബയ്യഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ രംഗം ഇങ്ങനെ കാണുകയാ. റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്യാൻ നോക്കുന്ന രംഗമാ കാണുന്നത്. എങ്ങനെ തടിക്കാനാ? കയ്യിൽ പരിചയില്ല, വാളില്ല, ഒന്നുമില്ല. ചിന്തിച്ചു നിൽക്കാനുള്ള സമയവുമില്ല. ആ ശത്രു
റസൂലുള്ളാഹിനെ ലക്ഷ്യമാക്കി അമ്പങ്ങ് വലിച്ചപ്പോ സഈദ് ഇബ്നു റുബൈഹ തങ്ങളതാ ഓടിച്ചെന്ന് റസൂലുള്ളാഹിനെ പൊത്തിയങ്ങ് പിടിക്കുകയാ, ശരീരവതാ പരിചയാക്കുകയാ. അവിടുന്ന് മഹാനായ സഈദ് ഇബ്നു റുബൈഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശരീരം ഇങ്ങനെ പൊത്തിപ്പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി നിൽക്കുന്നു. അമ്പ് ഏത് ഭാഗത്ത് നിന്നാണോ വരുന്നത് ആ ഭാഗത്തേക്ക് തന്നെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുന്നു. ഓരോ അമ്പുകളും ശരീരം കൊണ്ട് തടിക്കുകയാ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ റസൂലുള്ളാഹിക്ക് പരിചയമായി നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മഹാനായ സഈദ് ഇബ്നു റുബൈഹ തങ്ങളാ അവിടുന്ന് തന്നെ ശരീരം പരിചയാക്കി റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാ. പക്ഷേ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു അമ്പ് തുറച്ചു പോയിട്ടുണ്ട്. യുദ്ധമങ്ങ് കഴിയുന്നു. ഉഹുദ് യുദ്ധം കഴിഞ്ഞപ്പോ റസൂലുള്ള സ്വഹാബത്തിനോട് ചോദിക്കുകയാ, അല്ലയോ സ്വഹാബാ, സഈദ് എവിടെ? സഈദിനെ കാണണമല്ലോ. ആരാ സഈദിനെ ഒന്ന് കാണിച്ചു തരിക. അവിടുന്ന് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്നു. അവിടുന്ന് പറയുന്നു, അനലഹാ ലബിഹേ, ഞാൻ അന്വേഷിക്കാം. സഈദ് ഇബ്നു റുബൈഹ തങ്ങൾ എവിടെയുണ്ടെന്ന് നോക്കി വരാം. അവിടുന്ന് അനസ് തങ്ങളോ ഉഹുദ് രണാങ്കളത്തിൽ വെച്ച് ഷഹീദായ ധീരയോദ്ധാക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നു. സഈദ് തങ്ങളെ കാണാനില്ല. കുറെ സമയം അങ്ങ് പരുതി ആ ഷഹീദായ ആളുകളുടെ ഇടയിലൂടെ മഹാനായ അനസ് തങ്ങൾ അവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോ ഒരാളതാ കമഴ്ന്ന് കിടക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഷഹീദായ ആളുകളുടെ ഇടയിലൂടെ നടക്കുന്നു. അപ്പോഴാണ് ഒരാളിങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അനസ് തങ്ങൾ ആളുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് നോക്കുമ്പോ അത് മഹാനായ സഈദ് തങ്ങളാണ്. അവിടുത്തെ ചുണ്ടുകൾ എങ്ങനെ അനങ്ങുന്നുണ്ട്. അവിടുത്തെ ശരീരത്തിലേക്ക് നോക്കിയപ്പോ അവിടുത്തെ പുറം ഭാഗത്ത് 70ഓളം അമ്പുകൾ തറച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് വന്ന 70ഓളം അമ്പുകളാണ് മഹാനവറുകളെ തടുത്തത്. അനസ് തങ്ങൾ ചൊല്ലുന്നു, സഈദ് തങ്ങളോട് ചോദിക്കുകയാ, അല്ലയോ സഈദേ, നിങ്ങളെ റസൂലുള്ളാഹി അന്വേഷിക്കുന്നു, നിങ്ങളെ കാണണമെന്ന് പറയുന്നു. ഇതങ്ങ് പറഞ്ഞപ്പോ സഈദ് തങ്ങളെ അനസ് തങ്ങളോട് ചോദിക്കുകയാ, അല്ല അനസ്, റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? 70ഓളം അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുത്ത സഈദ് തങ്ങൾ അവസാന നിമിഷത്തിൽ ചോദിക്കുകയാ, അല്ല അനസ്, ലോകത്തിന്റെ നേതാവിന് വല്ലതും പറ്റിയിട്ടുണ്ടോ? അവിടുന്ന് അനസ് തങ്ങൾ പറയുന്നു, അല്ലയോ സഈദ്, റസൂലുള്ളാഹിന്റെ ചുമലിൽ ഒരു അമ്പ് തറച്ചിട്ടുണ്ട്. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ സഈദ് തങ്ങൾ പൊട്ടിയങ്ങ് കരയുകയാ. അവിടുന്ന് അനസ് തങ്ങളോട് പറയുന്നു, ഓ അനസ്, ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് വരൂല. എങ്ങനെ വരാനാ? എന്റെ പോരായ്മ കൊണ്ടല്ലയോ റസൂലുള്ളാഹിന്റെ തിരുശരീരത്തില് ഒരമ്പ് തറച്ചു പോയത്
അനസ് 70ഓളം അമ്പുകൾ സ്വന്തം ശരീരം കൊണ്ട് തടുത്തിട്ടുണ്ടോ? ആ സഈദ് തങ്ങളാണ് അനസ് തങ്ങളോട് പറയുന്നത്, എന്റെ പോരായ്മ കൊണ്ടല്ലയോ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ അമ്പ് തറച്ചു പോയത്, അതും കൂടെ ഞാൻ തടുത്തിരുന്നെങ്കിലോ ആ പുണ്യ ശരീരത്തിൽ അമ്പ് തറക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് അവിടുത്തെ മുഖത്തിങ്ങനെ നോക്കാനാ. സുബ്ഹാനല്ലാഹ്. ഇതും പറഞ്ഞ മഹാനായ സഈദ് തങ്ങളങ്ങ് വഫാത്താവുകയാ. അനസ് തങ്ങൾ റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ സഹാബത്ത് വലിയ വിഷമത്തിലാ. എന്തേ വിഷമമെന്നറിയുമോ? അതേ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് അയന്നിറങ്ങിയ ഒരു അമ്പുണ്ട്, അത് പറിച്ചെടുക്കണമല്ലോ. അത് പറിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ശരീരം വേദനിക്കൂലേ? സ്വഹാബത്ത് വല്ലാത്ത വിഷമത്തിലാ. അപ്പയാ വരുന്നു മഹാനായ മാലിക് ഇബ്നു സിനാൻ. മാലിക് ഇബ്നു സിനാൻ തങ്ങളങ്ങ് വരികയാ. അവിടുന്ന് പറയുന്നു, സഹാബാ, റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിൽ നിന്ന് അമ്പ് പറിച്ചെടുക്കുന്നത് എങ്ങനെയാ? ആ വിഷയം ആലോചിച്ചിട്ടല്ലേ നിങ്ങൾ വിഷമിക്കുന്നതോ? നിങ്ങൾ ബേജാറാകണ്ട, ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. മഹാനായ മാലിക് ഇബ്നു സിനാൻ തങ്ങള് റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് അങ്ങ് വന്നു. ആ അമ്പ് തുറച്ചു പോയ ഭാഗം അതാതല്ല, ഇടതുഭാഗത്ത് പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിച്ചങ്ങ് വലിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ആ അമ്പ് വരുന്നില്ല, അത് ശരീരത്തിൽ വല്ലാതെ അയന്നിറങ്ങിപ്പോയിട്ടുണ്ടോ? മാലിക് ഇബ്നു സിനാൻ തങ്ങൾ വലിച്ചപ്പോ മാലിക് ഇബ്നു സിനാൻ തങ്ങളുടെ പല്ലങ്ങ് കൊഴിഞ്ഞു പോകുന്നു. മാലിക് തങ്ങൾക്ക് വിഷയമില്ല, ആ പല്ലങ്ങെടുത്ത് മാറ്റിയിട്ടോ പിന്നെ മറുഭാഗത്ത് പല്ലുകൊണ്ട് ആ അമ്പിന്റെ അഗ്രഭാഗം അങ്ങ് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് മെല്ലെ മെല്ലെ അങ്ങ് വലിച്ചെടുക്കുന്നു. അമ്പങ്ങ് വലിച്ചെടുത്തപ്പോ ആ മുറിവിൽ നിന്ന് രക്തമങ്ങ് ഒഴുകാൻ തുടങ്ങുന്നു. മാലിക് ഇബ്നു സിനാൻ തങ്ങൾ ആ അമ്പങ്ങ് വെച്ചിട്ടോ ആ രക്തമൊഴുകുന്ന മുറിവുള്ള ഭാഗത്തേക്ക് തന്റെ വായങ്ങ് അടുപ്പിച്ചു വെക്കുന്നു. റസൂലുള്ളാഹിന്റെ തിരുശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ആ രക്തമങ്ങ് വായിലാക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മുജ്ജഹു യാ മാലിക് ഇബ്നു സിനാൻ, ഓ മാലിക്, ആ രക്തമങ്ങ് തുപ്പിക്കളയോ. അപ്പം മാലിക് തങ്ങളുടെ പ്രതികരണം എന്താണെന്നറിയുമോ? വല്ലാഹി വല്ലാഹി ലാ അമുജ്ജഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവാണ് സത്യോ നബിയേ, ഞാനിത് തുപ്പൂല, ഞാനിത് തുപ്പാനല്ലല്ലോ വായിലാക്കിയത്. ഇതും പറഞ്ഞ് ആ രക്തമങ്ങ് കുടിച്ചു കളയുന്നു. ഇതങ്ങ് കുടിച്ചപ്പോ റസൂലുള്ള സ്വഹാബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, മൻ യുരീദു അൻ യൻദുറ ഇലാ അഹ്ലിൻ മിനൽ ജന്ന ഫൽയൻദുർ ഇലാ മാലിക് ഇബ്നു സിനാൻ. ശിക്ഷ അനുഭവിക്കേണ്ടി വരൂല. ഈ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വന്തം ശരീരം അതേ പരിചയായി 70ഓളം അമ്പുകളങ്ങ് ഏറ്റുവാങ്ങിയപ്പോഴും റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? ഇതല്ലേ മഹാനായ സഈദ് തങ്ങൾ അന്വേഷിക്കുന്നതോ? സ്വന്തം ശരീരത്തെക്കാളും സ്വഹാബത്ത് സ്നേഹിച്ച നേതാവുണ്ടോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ്,
മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദാ. ജനങ്ങളെ കൂട്ടത്തിൽ വെച്ചോ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതുപോലെ എന്നറിയുമോ? കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബിയുടെ സ്വഹാബത്തോ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് തന്നെ ഒരാളും ഒരാളെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹബീബായ തങ്ങൾ വുളു എടുത്താൽ ആ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം അത് ഭൂമിയിൽ തൊടാറില്ല, ഭൂമിയിൽ വീഴാറില്ല. എന്തേ കാരണം? സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുകയാ. ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച ആ വെള്ളമൊന്ന് തൊട്ട് ബറക്കത്തെടുക്കാൻ, അത് വെള്ളമൊന്ന് ബറക്കത്തെടുക്കാൻ അത് ചില സ്വഹാബികൾക്ക് ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കുന്നില്ല. ലഭിക്കാത്തവര് ലഭിച്ചവരുടെ കൈ ഇങ്ങനെ പുത്തുകയാണ്. അതുപോലെ ഹബീബായ തങ്ങൾ തുപ്പുമ്പോ ആ ഉമിനീര് നിലം തൊടാറില്ല. സ്വഹാബത്ത് കൈവെക്കുന്നു. ഹബീബായ തങ്ങളുടെ ശരീരത്തിലുള്ള വിയർപ്പോ സ്വഹാബത്ത് ശേഖരിക്കുന്നു, അത് സുഗന്ധമായി ഉപയോഗിക്കുന്നു, രോഗത്തിനുള്ള ചികിത്സയായി നോക്കുന്നു. ലോക ചരിത്രത്തിലോ ഒരു മനുഷ്യന്റെ അത് വിയർപ്പ് മറ്റൊരാള് ശേഖരിച്ചിട്ടുണ്ടോ? അത് സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചിട്ടുണ്ടോ? വിയർപ്പോ അത് മരുന്നായിട്ടുണ്ടോ? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിനെ നമുക്കൊന്ന് കാണണ്ടയോ? ആ നേതാവിനെ കാണാതെ മരിച്ചാൽ നമ്മൾ എന്തൊരു ഹതഭാഗ്യരാണ്. റസൂലുള്ളാഹിനെ കണ്ട എത്ര മഹാന്മാരുണ്ട്. ചെറിയ മക്കള് വരെ റസൂലുള്ളാഹിനെ കണ്ട കഥകൾ ഇങ്ങനെ പറയുകയാ. സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഹബീബിനെ കാണാനുള്ള മറങ്ങ് നീങ്ങി റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു 4-5 കൊല്ലം മുമ്പ് ഒരു റബീഉൽ അവ്വൽ മാസം പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ഇറങ്ങിയപ്പോ ഒരു ചെറിയ കുട്ടിയെ കണ്ടു. ഒരു 7-8 വയസ്സ് മാത്രമേ ആ കുട്ടിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ കുട്ടിയുടെ കയ്യിൽ ഒരു തസ്ബീഹിന്റെ കൗണ്ടർ ഉണ്ട്. കുറെ ആളുകൾ, ഈമാനുള്ള ആളുകളൊക്കെ റബീഉൽ അവ്വലിലെങ്കിലും വാങ്ങുന്ന ഒരു സാധനമാണത്. ഇനി തസ്ബീഹ് കൗണ്ടർ ഇല്ലെങ്കിലും മുഅ്മിനാവൂല എന്നൊന്നുമല്ല. ഏതായാലും ആ ചെറിയ കുട്ടി, 8-9 വയസ്സുള്ള കുട്ടി, അവന്റെ കയ്യിൽ ഒരു തസ്ബീഹിന്റെ കൗണ്ടർ കാണും. ഞാൻ വെറുതെ ആ ചെറിയ കുട്ടിയോട് ചോദിച്ചു, അല്ല മോനെ, നീ എന്താ ചെല്ലുന്നത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ്. അപ്പൊ മോനെത്ര സ്വലാത്ത് ചെല്ലി? കുട്ടി പറഞ്ഞു, 3 ലക്ഷം സ്വലാത്ത് ചെല്ലി. എത്ര വയസ്സുള്ള കുട്ടിയാ പറയുന്നതെന്നറിയോ? 7-8 വയസ്സുള്ള കുട്ടി. 3 ലക്ഷം സ്വലാത്ത് ഞാൻ ചെല്ലി. അപ്പൊ ഞാൻ വെറുതെ ആ കുട്ടിയോട് പറഞ്ഞു, അത് നീ കളവ് പറയാൻ, നീ അത് ചെല്ലിയിട്ടൊന്നും ഉണ്ടാവൂല. അപ്പൊ ആ കുട്ടി എന്റെ കയ്യും പിടിച്ച് അവന്റെ വീട്ടിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിൽ ചെന്നപ്പോ ഒരു നോട്ട് പുസ്തകം തുറന്ന് കാണിച്ചു തരികയാണ്. ചെറിയ കുട്ടി നോക്കുമ്പോ അതിൽ കുറെ അക്കങ്ങൾ, എണ്ണങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കരുതി കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ എന്തോ കണക്ക് പുസ്തകമോ മറ്റോ ആയിരിക്കും. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഉസ്താദേ, ഇതെന്റെ സ്കൂളിലെ പുസ്തകമൊന്നുമല്ല, മറിച്ചോ ഇത് ഞാൻ റബീഉൽ അവ്വലിന് മുമ്പേ വാങ്ങിയ പുസ്തകമാണ്. ഞാൻ റബീഉൽ അവ്വൽ ആയപ്പം മാത്രമല്ല ഉസ്താദെ സ്വലാത്ത് ചെല്ലുന്നത്, ഞാൻ ഓരോ ദിവസവും ചെല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് എഴുതി വെക്കാൻ വേണ്ടി മാത്രം വാങ്ങിയ നോട്ട് പുസ്തകമാണിത്. സുബ്ഹാനല്ലാഹ്, 10-60 കൊല്ലമായി നമ്മൾ ജീവിക്കുന്നു.
ഇന്നേ വരെ സ്വലാത്തിന്റെ കണക്കെഴുതി വെക്കാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ടുണ്ടോ? ഒരാൾക്ക് 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കാൻ 100 രൂപയുടെ നോട്ട് നമ്മൾ വാങ്ങാറുണ്ട്. കാരണം ആ 50 രൂപ ഇങ്ങോട്ട് കിട്ടാനുള്ളത് എഴുതി വെക്കാൻ, കൊടുക്കാനുള്ളത് ചിലപ്പോൾ എഴുതി വെക്കൂല. കിട്ടാനുള്ളത് എഴുതി വെക്കാൻ നമ്മൾ നോട്ട് പുസ്തകം വാങ്ങാറുണ്ട്. എന്നാൽ ആ കുട്ടി പറയുകയാണ് സ്വലാത്തിന്റെ കണക്ക് എഴുതാൻ വേണ്ടി വാങ്ങിയ പുസ്തകമാണ്. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുട്ടി ധാരാളം ധാരാളം വഴികൾ മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. അതിൽ നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്നൊരു വഴിയുണ്ടോ? ഏതാണ് ആ വഴി എന്നറിയുമ്പോ അതെ ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ അസ്സയ്യിദ് മുഹമ്മദ് ഹഖി അൽ-ഹാസിരി എന്നിവരെ പറയുന്നത് കാണാം. ഹബീബായ തങ്ങളെ കാണാനുള്ള ധാരാളം വഴികൾ, അതിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറയുന്നു. ഓ ഉമ്മമാരെ, മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണാൻ ആഗ്രഹമുണ്ടോ? അതേ മഹാന്മാര് പറയുകയാണ്, ഓരോ ദിവസവും നിർബന്ധമായി അനുഷ്ഠിക്കുന്ന 5 വക്ത് നിസ്കാരമില്ലയോ, ആ നിസ്കാരം അങ്ങ് കഴിഞ്ഞാൽ അതേ സുന്നത്താക്കപ്പെട്ട കുറെ ദിക്റുകളുണ്ടോ, ആ ദിക്റുകൾക്ക് ശേഷം സൂറത്തു തൗബയിലെ അവസാന ആയത്തില്ലയോ, ഏതാണ് ആ ആയത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നു തുടങ്ങുന്ന ആ സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യനങ്ങ് ഓതിയാൽ ഹബീബായ തങ്ങളെ കാണാൻ കഴിയുമല്ലോ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഉണർത്തുന്നു. അതേ സൂറത്തു തൗബയുടെ അവസാന ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്തോ ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു എന്ന് തുടങ്ങിയ ആ ആയത്ത് അങ്ങ് ഓതിയിട്ടോ എല്ലാ നിസ്കാര ശേഷവും അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ മോനെ റസൂലുള്ളാഹിനെ കിനാവിൽ കാണാൻ കഴിയും കേട്ടോ, റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ കഴിയും കേട്ടോ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ റഹ്മാനേ. മഹാനായ ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു, എല്ലാവരും ഭ്രാന്തനാണ് ശിബിലി മജ്നൂനാണ് എന്ന് പറഞ്ഞു നടക്കുകയാണ്. ശിബിലി ഒരാളും വില വെക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. കാരണം ശിബിലി ഭ്രാന്തനാണെന്ന് നാട്ടുകാര് പറയുന്നതോ. ആ ശിബിലി റളിയല്ലാഹു അൻഹു അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ ദർസിലേക്ക് അങ്ങ് കടന്നു വരുന്നു. ശിബിലി തങ്ങളെ കണ്ടപ്പോ ആ പ്രമുഖനായ പണ്ഡിതനായ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ശിബിലിയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചങ്ങ് സ്വീകരിക്കുകയാണ്. ഇതങ്ങ് കണ്ടപ്പോ ശിഷ്യന്മാര് അത്ഭുതത്തോട് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദ്, നാട്ടുകാര് മുഴുവനും ഭ്രാന്തനാണെന്ന് പറയുന്ന ശിബിലി അങ്ങയുടെ ദർസിലേക്ക് കടന്നു വന്നപ്പോ എന്തിനാ അങ്ങ് എഴുന്നേറ്റ് നിന്നോ ആലിംഗനം ചെയ്ത് സ്വീകരിച്ചതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളുടെ മറുപടി എന്താണെന്നറിയുമോ? ഹക്കദാ റഅയ്തു റസൂലല്ലാഹ്, ഇപ്രകാരം ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ അവിടുന്ന് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ചോദിക്കുന്നു ശിഷ്യന്മാർ, എന്തേ റസൂലുള്ള ശിബിലിയെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നത് ഉസ്താദ് കണ്ടിട്ടുണ്ടെന്നോ? എന്താണ് ഉസ്താദെ അതിനുള്ള കാരണോ? അവിടുന്ന് അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളോ പിന്നീട് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടപ്പോ ചോദിക്കുന്നു, നബിയേ, നാട്ടുകാര് മുഴുവനും
ഭ്രാന്തനാണെന്ന് പറയുന്ന ശിബിലി, ആ ശിബിലി അങ്ങെന്തിനാ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയുമോ? അല്ലയോ അബൂബക്കറേ, ശിബിലി നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ആളല്ല. ശിബിലി ഭ്രാന്തനല്ല, മജ്നൂനല്ല. മറിച്ചോ ശിബിലി വല്ലാതെ സ്നേഹിക്കുന്ന മഹാനാ. വർഷങ്ങളോളമായി ശിബിലി ഫർളായ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ 3 തവണ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്തോതാതെ അവിടുന്ന് എഴുന്നേൽക്കാറില്ല. അതുകൊണ്ട് ശിബിലിയോട് എനിക്ക് വലിയ സ്നേഹമാണെന്നോ അബൂബക്കർ ഇബ്നുൽ മുജാഹിദ് തങ്ങളോട് റസൂലുള്ള സ്വപ്നത്തിലൂടെ പറയുകയല്ലേ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ അവന് യഥാർത്ഥത്തിൽ തന്നെ കണ്ടിട്ടുള്ളൂ. കാരണം എന്റെ രൂപം പ്രാപിക്കാൻ ലാനത്താക്കപ്പെട്ട പിശാചിന് കഴിയൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലോ ഏത് ഫർള് നിസ്കരിച്ചാലും ഹബീബായ തങ്ങളെ മരിക്കുന്നതിന്റെ മുമ്പ് കാണണമെന്ന ആഗ്രഹമുണ്ടോ? ഈ ആയത്തൊന്ന് പതിവാക്കണേ. ഓ സഫികരാ, ഓ സ്വയസികരാ, നമ്മൾ റസൂലുള്ള പഠിപ്പിച്ച ആദർശം ഇവിടെ നിലനിർത്താനല്ലേ കൊടിപിടിക്കുന്നതോ? നമ്മൾ സുൽത്താനുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്നതോ ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിക്കാനല്ലയോ? അവിടുത്തെ സുന്നത്തിനെ ഇഹ്യാ ചെയ്യാനല്ലയോ? അല്ലാതെ സിന്ദാബാദ് വിളിച്ച് തോന്നിയതുപോലെ നടക്കാനല്ല. ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുന്ന സഫകാരനാവണോ? ഹബീബായ തങ്ങൾ പൊരുത്തപ്പെടുന്ന സ്വയസ്കാരനാവണോ? അതുകൊണ്ട് സഫകാരാ, നിന്റെ പാന്റ് നിര്യാണിയുടെ മുകളിലുള്ളതാവട്ടെ, നിന്റെ മുടി റസൂലുള്ള പൊരുത്തപ്പെടുന്ന കോലത്തിലാവട്ടെ, നിന്റെ സംസാരം റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതാവട്ടെ, നിന്റെ മോഡൽ റസൂലുള്ളാന്റെ മോഡലാവട്ടെ, നിന്റെ വാക്കുകളും പ്രവർത്തികളും റസൂലുള്ളാനെ അനുകരിക്കലാവട്ടെ. ഇങ്ങനെ അങ്ങ് മാറിയിട്ടോ, ജീവിതം പ്രബോധനമാക്കി മാറ്റിയിട്ടോ, നമുക്ക് ഖിയാമം വരെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തേണ്ടതുണ്ട്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്ത് വന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് മഹാന്മാരായ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ ദുആ ചെയ്ത് പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും എല്ലാം അല്ലാഹു പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധാരാളം തവണ കാണാൻ ഈ പറച്ചിലുകൾ മുഴുവനും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ആ ബേക്കിലുള്ള ആൾ ഇതുവരെ ഇരുന്നതാണല്ലോ. ഇൻഷാ അല്ലാഹ് എല്ലാവരും അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഇങ്ങോട്ട് വരും. ഇത് റസൂലുള്ളാഹിന്റെ മജ്ലിസാണ് അല്ലേ? വിത്ത് ഉള്ളിലും പതിര് പുറത്തും ഉണ്ടാവുക. അങ്ങനെയാണ്. വിത്ത് ഉള്ളിലും പതിര് പുറത്തുമാണ്. നമ്മൾ പതിരാവരുത്, വിത്താവണം. എല്ലാവരും ഉള്ളിലേക്ക്. ആ ഭാഗത്തുള്ള ചെറുപ്പക്കാരൊക്കെ, അവസാനമുള്ള ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് വരി, എല്ലാരും വരി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ വേദി, സയ്യിദന്മാരുടെ സാന്നിധ്യമുള്ള വേദി, പണ്ഡിതന്മാരുടെ സാന്നിധ്യമുള്ള വേദി. ഇതുവരെ ഇവിടെ അനാവശ്യമായ ഒരു വാക്ക് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരാളെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു പണ്ഡിതനെയും നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. മദ്ഹിന്റെ വാക്കുകളല്ലാതെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടും വെള്ളിയാഴ്ച രാവ് അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന അഥവാ ദിവസങ്ങളുടെ നേതാവായ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്ലാഹു എന്നെ സ്വീകരിക്കണം റഹ്മാനെ. റസൂലുള്ളാഹി തങ്ങളെ
കാണാനുള്ള വലിയ ഒരു കാരണമായി അല്ലാഹുവേ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇന്നലെ അവിടെ വെച്ച് വാല് പറഞ്ഞപ്പോ പള്ളിയുടെ സൗന്ദര്യം കണ്ടിരുന്നില്ല. ഇപ്പൊ ഇവിടെ വെച്ച് വാല് പറയുമ്പോ ആ പള്ളി കാണാൻ എന്തൊരു മനോഹരമാണ്. അല്ലാഹു അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അല്ലാഹുവേ സ്വർഗത്തിൽ നീ അവർക്ക് ഒരു വീട് പകരമായി കൊടുക്കണേ അല്ലാ. ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെടുന്ന ഉസ്താദുമാര് പ്രവർത്തകര് മുഴുവനും ഇവിടെ ഓരോ വിഷയങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടുകാരുടെ പ്രവർത്തകരുടെ ഏറ്റവും അവര് നാളെ ദീന് പറയുമ്പോ ഇൽമു പറയുമ്പോ നമ്മളൊരു പക്ഷെ ഖബറിൽ ആരാരുമില്ലാതെ കിടക്കുമ്പോ അവിടെ സന്തോഷം തരുന്ന നല്ല നല്ല പ്രതിഫലങ്ങൾ നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തണം. നിങ്ങൾ ആലോചിച്ചു നോ, മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘ ആയുസ് നൽകുമാറാവട്ടെ. ഉസ്താദ് അവറുകളുടെ തണലിലായി ദീർഘകാലം ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അങ്ങനെയുള്ളൊരു നേതാവ് അത് നമ്മുടെ വലിയ സൗഭാഗ്യമാണ്. അല്ലാഹുവേ നീ ദീർഘ ആയുസ് നൽകണേ റഹ്മാനെ. ഉസ്താദിനു വേണ്ടി എത്ര ദുആ ചെയ്താലും അവസാനിപ്പിക്കാൻ കഴിയൂല. കാരണം നാം 1000 കൊല്ലം ജീവിക്കുന്നതും ഖമറുൽ ഉലമ ഒരു ദിവസം ജീവിക്കുന്നതും സമമാണ്. അത്രത്തോളം വലിയ ഇസ്സത്താണ് ദീനിന് മഹാനവർകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അല്ലാഹു തആല ഉസ്താദ് അവരുടെ തണലിലായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ ഉസ്താദ് അവരുടെ ഉപ്പയും ഉമ്മയും ഇന്ന് ഖബറിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന് കണക്കുണ്ടാകുമോ?